25-ാം ദിവസം ശിഷ്യരെ ചേർത്തുകൊണ്ട് യേശു പ്രവർത്തനം തുടങ്ങുന്നു. റോമയുടെയും സാമന്തന്മാരുടെയും പീഡനങ്ങളിലും നേതാക്കന്മാരുടെ ചൂഷണങ്ങളിലും മടുത്ത ജനങ്ങൾക്കിടയിൽ പ്രവചനങ്ങളിലെ മിശിഹായെപ്പറ്റിയുള്ള സംസാരങ്ങൾ സജീവമായിരുന്നു. പലസ്തീനയുടെ വടക്ക് പ്രദേശത്ത് ഗലീലയിലുള്ള ശുദ്ധജല തടാകമാണ് ഗലീൽ കടൽ. ഗനസറത്ത് തടാകം എന്നും പേരുണ്ട്. ഏകദേശം 13 മൈൽ നീളം, ഏറ്റവും കൂടിയ വീതി 8 മൈൽ. ജോർദാൻ നദിയാണ് ഇതിന് വെള്ളം നൽകുന്നത്. ഗലീലി തീരത്താണ് കഫർനാം. മരുഭൂമിയിലെ ഏകാന്തതയെയും മൃഗങ്ങളെയും അഭിമുഖീകരിച്ച് പ്രലോഭനങ്ങളെ അതിജീവിച്ച് മാലാഹമാരുടെ കാവലറിഞ്ഞ് ഗലീലിലെത്തിയ യേശുവിൻ്റെ വാക്കിലും നോക്കിലും ഒരു ആവേശമുണ്ട്. ചിന്തയിൽ വ്യക്തതയുണ്ട്, പറയുന്നതിൽ ശക്തിയുണ്ട്. അവിടുന്ന് വിളിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ മുൻപിൽ നോട്ടമില്ലാതെ കടന്നു ചെല്ലുന്നു. അവിടുന്ന് ആജ്ഞാപിക്കുമ്പോൾ പിശാചുകൾ വിട്ടുപോകുന്നു, രോഗങ്ങൾ മാറുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവിനെ ആഴത്തിൽ അറിയുവാൻ, സ്നേഹിക്കുവാൻ, അടുത്തനുഗമിക്കുവാൻ എനിക്ക് കൃപ തരിക. ആമേൻ.